നമസ്കാരം. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം മണ്ണന്തല മുക്കോല സെന്റ് തോമസ് സ്കൂൾ ബേസ് ചെയ്തൊക്കെ വീട് നോക്കുന്നവർക്ക്, ഒരു പുതിയ വീട് നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് ആയ സ്ഥലത്തൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രാൻഡ് ന്യൂ വീടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ കളക്ടറേറ്റ് അല്ലെങ്കിൽ സെന്റ് തോമസ്, മുക്കോല, അതുപോലെ തന്നെ നമുക്ക് ഈ കുറവങ്കോണം സൈഡിലൊക്കെ വീട് നോക്കുന്നവർക്ക്, കുറവങ്കോണത്തിനൊക്കെ ഏകദേശം നമുക്ക് ഒരു 10 മിനിറ്റിൽ താഴെയിലേക്ക് വരാൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെന്റ് തോമസ് സ്കൂൾ ബേസ് ചെയ്തൊക്കെ പുതിയ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി വീടാണ് ഈ വീട്. 4.5 സെന്റിലായിട്ട് 2100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളാണ് ഇതിലേക്ക് വരുന്നത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു മുറ്റമാണ് കൊടുത്തത്. 2 വണ്ടി ഈസി ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർക്കിംഗ് സ്പേസ് തന്നെയാണ് നോക്കുന്നത്. നമുക്കൊരു കവേർഡ് പാർക്കിംഗ് സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല വലിയ വണ്ടികൾ വേണമെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് അവിടെ പാർക്കിംഗ് സ്പേസ് കൊണ്ട് സ്ലൈഡ് ഗേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വണ്ടി ഇടാനും അതുപോലെ എടുത്തുകൊണ്ട് പോകാനും ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും ടൈൽ പാറ്റേൺ കൂടി, നല്ല ഡിസൈൻ പാറ്റേൺ കൂടി, ഇന്നത്തെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള എല്ലാവിധ ഫിറ്റിംഗ്സോട് കൂടിയിട്ടുള്ള ഒരു വീട് കൂടിയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. 2 പാളി ഡോറായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് എന്തുകൊണ്ട് ഒരു പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ടൈപ്പ് വീടായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലേക്കാണ് അതിന്റെ വാതിന്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു വിശാലമായ ഹോൾ ഏരിയയിൽ നമുക്കൊരു സെപ്പറേഷൻ ആയിട്ട് തന്നെ നമുക്ക് ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു പാർട്ടീഷനെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും നല്ല മനോഹരമായ രീതിയിലേക്ക് ഒരു ഡിസൈൻ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ആർട്ട് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് നമുക്ക് കണ്ണിന് കാണുമ്പോൾ തന്നെ ഒരു കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി തോന്നുന്ന രീതിയിലേക്കും അല്ലെങ്കിൽ കണ്ണിന് കുളിർമ തരുന്ന രീതിയിലേക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിട്ടുള്ളത്. നമുക്ക് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധം ഫർണിഷിംഗ് ആയതുകൊണ്ട് തന്നെ ഇനി പുതിയ വീട് മേടിക്കുന്നവർക്ക് ഫർണിച്ചർ മേടിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് ഒരു 80% നമുക്ക് ഇതിനകത്ത് ഫർണിച്ചിങ് ഇൻക്ലൂഡിംഗ് ആണ്. ഈ സ്പേസിൽ നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡൈനിങ് ഏരിയയിൽ നമുക്ക് തന്നെ ഇവിടെ വാഷ് ബേസിനായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം മിററും അതുപോലെ ലൂബറിന്റെ ഒക്കെ വർക്കൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിലേക്ക് തന്നെയാണ് അതിന്റെ ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. താഴെ സൈഡിൽ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷൻ രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് സ്റ്റെയർ കേസിന്റെ അടിയിൽ കുറച്ച് കവേർഡ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻവെർട്ടറൊക്കെ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു സ്റ്റോറേജ് സ്പേസും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നല്ല ഒരു സ്പേഷ്യസ് തന്നെ അല്ലെങ്കിൽ ഒരു സ്പേസ് അവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ 1 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് നമുക്ക് ബെഡ്റൂമിലേക്ക് കയറുന്ന സൈഡിലേക്ക് തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് നമുക്ക് ഒരു ചുമറിലൊക്കെ ഒരു ചെറിയൊരു ലൈറ്റ്സും അതുപോലെ ചെറിയൊരു ആർട്ട് വർക്കും കൊടുത്തേക്കുന്നു. അതൊക്കെ നമുക്കൊരു മനോഹരമായ ഒരു കാഴ്ച തന്നെ സമ്മാനിക്കുന്നതാണ്. ഇതിന്റെ തടികളെല്ലാം തന്നെ ആഞ്ഞിലിയും തേക്കും അതുപോലെ തന്നെ പ്ലാവുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അകത്തേക്ക് ഫസ്റ്റ് ബെഡ്റൂമിൽ നമ്മൾ കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അനാവശ്യമായ ഡിസ്റ്റർബൻസ് തോന്നുന്ന രീതിയിലേക്കുള്ള വേറെ കളർ പാറ്റേണിലുള്ള കളർ ലൈറ്റ്സുകളൊന്നും കൊടുത്തിട്ടില്ല. നമുക്കൊരു പ്രീമിയം ക്വാളിറ്റി ടൈപ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വോളിൽ മാത്രമാണ് അവരുടെ പെയിന്റിങ്ങും അതുപോലെ തന്നെ ഒരു പെയിന്റിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. അതൊക്കെ എന്തായാലും വളരെ മനോഹരമായ രീതിയിലേക്ക് ചെയ്തിരിക്കുന്നു. ഈ സൈഡിലേക്ക് സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിൽ അലമാര കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു മിററും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡ്രസ്സിംഗ് റൂമുമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്ക് നമുക്ക് ഡ്രസ്സൊക്കെ വയ്ക്കാനായിട്ടുള്ള അലമാരയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസുകളൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് നമുക്ക് ആ ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന്റെ സൈസിലൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. വളരെ ക്ലാസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിന്റെ ടൈൽ പാറ്റേൺ വന്നിട്ടുള്ളത്. താഴെ ആയാലും നമുക്കൊരു ഗ്രിപ്പിംഗ് ടൈൽ അതാണ് ആ രീതിയിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബാത്റൂമിൽ നമുക്ക് യാതൊരുവിധ പ്രോബ്ലംസ് ഇല്ല. കാണുമ്പോൾ നമുക്ക് നിൽക്കുമ്പോൾ തന്നെ സ്പേസ് ചിലയിടത്തൊക്കെ നല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ള ബാത്റൂം സൈസുകളാണ് കൊടുത്തിട്ടുള്ളത്. അത്തരത്തിലുള്ള പരാതികളൊക്കെ മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചന്റെ വാതിലൊക്കെ തന്നെ നമുക്ക് പ്ലാവൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലൊരു ഗ്ലാസിന്റെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല വ്യത്യസ്തമായ രീതിയിലേക്കാണ് കേട്ടോ. നല്ല ഒരു ക്ലാസ് ലുക്ക് ഉണ്ട്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു കിച്ചൺ.
അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിലായാലും അതിന്റെ ഒരു സ്പേഷ്യസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ തന്നെ നമുക്ക് കിച്ചൺ ആയിട്ടും വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പുറത്തൊരു വർക്ക് ഏരിയയുടെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് കുറച്ച് വർക്കും ചെയ്തത് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ സൈഡിലേക്ക് സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലേക്കൊക്കെ നല്ല രീതിയിലുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇതിന്റെ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നല്ല ഫിനിഷിംഗ് വർക്കിന്റെ കാര്യത്തിലാണ് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. താഴെ സൈഡിലൊക്കെ ആവശ്യത്തിലേറെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഇന്നത്തെ പുതിയ മോഡൽ അല്ലെങ്കിൽ പുതിയ മോഡൽ കിച്ചണിലൊക്കെ തന്നെ ആ രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത്. നമുക്കിവിടെ ഒരു ചിമ്മിനി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്കൊക്കെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വാഷ് ബേസിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കാണാത്ത രീതിയിലേക്ക് കിച്ചണിലും നമുക്ക് അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന രീതിയിലേക്ക് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരമായിട്ടുണ്ട്. ഞാൻ വീണ്ടും സ്റ്റോറേജ് പറയുന്നത് ഒരുപാട് കസ്റ്റമർ പറയുന്നുണ്ട് സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കുറവ് ചിലയിടത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പല കസ്റ്റമർ പറയുന്നു. അത്തരത്തിലുള്ളവർക്കൊക്കെ പരാതി പരിഹരിക്കാനായിട്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വാതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവിടെ നമുക്ക് അത്യാവശ്യം സ്ലാബും അതുപോലെ തന്നെ നമുക്കൊരു പാത്രവും കഴുകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ഒരു നനകല്ല് കൊടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു പുതിയ വീട് വാങ്ങിച്ച് നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് ഒരുപാട് വർക്കുകൾ ചെയ്യുന്നതൊന്നും വേണ്ട. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടുകൂടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമെങ്കിലേ വരും ദിവസങ്ങളിൽ നമ്മളിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീടുകളുടെ ഡിസൈനുകളായാലും അതുപോലെ തന്നെ സെയിൽസ് ആയാലും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെയിൽ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് വൈറ്റ് എന്ന രീതിയിലേക്ക് കൊടുത്തിരിക്കുന്നതിലും ഒരു ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് എന്ന് ഉദ്ദേശിച്ച് ടെയിൽ അല്ല ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡിൽ കംപ്ലീറ്റും സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹോൾ ഏരിയയിലേക്കാണ് ചെല്ലുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ സൈഡിലേക്ക് വോളിലൊക്കെ നല്ല വ്യത്യസ്തമായ ഒരു പെയിന്റിംഗ് ഡിസൈനായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫാൻസി ലൈറ്റ് ഒക്കെ കൊടുത്ത് ഒരു മനോഹരമായ ഒരു ചെറിയ കാഴ്ചകളൊക്കെ തന്നെ ഇവിടെ സമ്മാനിക്കുന്ന രീതിയിലേക്കാണ് ആ വീട് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ബെഡ്റൂം സൈസിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. അതും അനാവശ്യമായിട്ടുള്ള ലൈറ്റ് പാറ്റേൺ ഒന്നും കൊടുത്ത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. സൈഡിലേക്ക് ഓരോ വോളിലും ഒരു വ്യത്യസ്തമായ ഒരു പെയിന്റിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടും നന്നായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടാണ് അത് അവർ കൊടുത്തിട്ടിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ വന്നാൽ അലമാരയെല്ലാം നല്ല നീറ്റായിട്ട് തന്നെ പണി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എപ്പോഴും എങ്ങോട്ട് വേണോ മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ കുറച്ച് ക്ലീനിങ് ആയാലും നമുക്ക് ഈ ഒരു പൊസിഷൻ മാറ്റണമെന്നൊക്കെ ഉള്ളവർക്ക് അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റിയോട് കൂടിയിട്ടാണ് ഇതിന്റെ ഈ ഒരു അലമാരയുടെ ഇതും കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ട് തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലേക്കുള്ള ബാത്റൂം, നല്ല സൈസുള്ള ബാത്റൂം തന്നെ കൊടുത്തിട്ടുള്ള ടെയിൽ പാറ്റേൺ ആയാലും അതുപോലെ തന്നെ എല്ലാ ഫിറ്റിംഗ്സുകളും കമ്പനി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോൾ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ അത്രയും നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിന്റെ സൈസിൽ യാതൊരുവിധ കോംപ്രമൈസും കൊടുത്തിട്ടില്ല. അതുപോലെ അത്രയ്ക്ക് നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഡിസൈനിന്റെ കാര്യത്തിലായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഡിസൈൻ പാറ്റേൺ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്തിരിക്കുന്നത് പ്രീമിയം ടച്ച് തോന്നുന്ന രീതിയിലേക്കാണ്. വാളുകൾ എല്ലാ ബെഡ്റൂമുകളുടെയും സൈഡിൽ ഒരു വാളിൽ നല്ല രീതിയിലുള്ള ഡിസൈൻ അല്ലെങ്കിൽ ഒരു ടെക്സ്ചർ പെയിന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റോറേജ് സ്പേസുകളായാലും അതുപോലെ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് അലമാരയും അതുപോലെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ്. ഈ ബെഡ്റൂമിൽ ഒരു ഡ്രസ്സിംഗ് റൂമും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നന്നായിരിക്കും. മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് ചെയ്യേണ്ട സൗകര്യങ്ങളും അതിന്റെ സൗകര്യപ്രദമായ രീതിയിലേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വാഷ്റൂമിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ബാത്റൂമിലേക്ക് നമുക്കൊരു ബാത്ത് ടബ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ പ്രീമിയം ക്വാളിറ്റി. നമുക്ക് ഇത്രയും കുറഞ്ഞ വിലയിൽ ഇത്രയും വ്യത്യസ്തമായ രീതിയിലേക്കുള്ള വീടുകൾ അല്ലെങ്കിൽ ഇത്രയും പ്രീമിയം ക്വാളിറ്റി വീടുകൾ വളരെ റയറാണ് കിട്ടുക. ഇത്തരത്തിലുള്ള വീടുകളൊക്കെ വളരെ ഹൈ റേഞ്ചിലാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നോക്കുമ്പോൾ അതായത് ബഡ്ജറ്റ് കുറഞ്ഞ് നല്ല പ്രീമിയം അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള വീടൊക്കെ നോക്കുന്നവർക്ക് 100% ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ തന്നെ ഞാൻ പറയുന്നു വാല്യുബിൾ പ്രോപ്പർട്ടിയാണ്. മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ ഇത്രയും ഫെസിലിറ്റീസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാത്റൂം നല്ല രീതിയിലുള്ള അടുക്കും ചിട്ടയോടുകൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഈ സൈഡിലേക്ക് എല്ലാ കമ്പനി ഫിറ്റിംഗ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു കോസ്റ്റിൽ നമുക്ക് ഇത്രയും നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം അതിന്റെ ഫെസിലിറ്റീസ് അതെന്നെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമത് എന്നെ സ്വാധീനിച്ചു വെച്ചാൽ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ.
അതെന്ത് വളരെ മനോഹരമായ രീതിയിലാണ് സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ നമുക്ക് ഇവിടെയൊക്കെ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നല്ല വലിപ്പവും നല്ല വെളിച്ചവും ഒക്കെ തോന്നുന്ന രീതിയിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കവടിയാറ് പുറവങ്കോണം ഒക്കെ ഏകദേശം ഇതിൽ നിന്ന് 10 മിനിറ്റ് താഴെയാണ് നമുക്ക് അമ്പലമൊക്കെ 10 മിനിറ്റ് താഴെയാണ് നമുക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഏകദേശം 5 മിനിറ്റ് താഴെയാണ് നമുക്ക് ഏകദേശം കളക്ടറേറ്റിൽ നിന്ന് ഇവിടെ എത്താൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സെന്റ് തോമസ് സ്കൂളിൽ നിന്നും വെറും 300 മീറ്റർ താഴെ 250-300 മീറ്റർ 2 മിനിറ്റ് പോലും വേണ്ട 1 മിനിറ്റ് താഴെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഈസി ആയിട്ട് ആക്സസ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പ്രീമിയം ക്വാളിറ്റി വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുക. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു 4.5 സെൻറ്റ് സ്ഥലമാണ്, 2100 സ്ക്വയർ ഫീറ്റ് ആണ്, 3 ബെഡ്റൂമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,15,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റീൽസ് ബേസ്ഡ് ആയിട്ട് വീഡിയോ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് വീഡിയോ ശ്രമിക്കുക.